സാക്ഷാൽ ഭഗവാൻ അവതരിക്കുന്നത് ധർമ്മരക്ഷണത്തിനാണ് വേണ്ടിയാണ്. അപ്പോൾ ധർമ്മരക്ഷണം എന്ന് വരുന്നത് എപ്പോഴാണ്? ധർമ്മരക്ഷണം വേണമെങ്കിൽ അതിന് മുമ്പായിട്ട് പ്രധാനമായിട്ട് വേദരക്ഷണം വേണം. അത് നേരത്തെ അത് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, ഞാനിങ്ങനെ സൂര്യന് പറഞ്ഞു കൊടുത്തു, സൂര്യൻ്റെ പുത്രന് പറഞ്ഞു കൊടുത്തു, മനുവിന് പറഞ്ഞു കൊടുത്തു, മനുപുത്രനായി ഇക്ഷ്വാക്കിന് പറഞ്ഞു കൊടുത്തു. ആ വേദരക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ധർമ്മരക്ഷണം ഉണ്ടാവുള്ളൂ. എനിക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ. അത് പക്ഷിമൃഗാദികൾ പറ്റില്ല, മനുഷ്യന് മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വേദരക്ഷണം എങ്ങനെയാണ് അത് നോക്കാം. ധർമ്മരക്ഷണം എന്ന് പറഞ്ഞാൽ വേദരക്ഷണം വിദ്യാരക്ഷണമാണ്. അപ്പോൾ ഈ ധർമ്മം അത് നവരാത്രി ആരംഭത്തിന് ഇതും കൂടി കണക്ട് ചെയ്ത് പറയാം. വേദരക്ഷണം പല ഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വേദ എന്നുള്ള വാക്ക് തന്നെ വിദ് എന്നുള്ള വാക്കിന് വരെയാണ്, അതായത് അറിവ് എന്നുള്ള വാക്ക് അതിന് വരെയാണ്. അപ്പോൾ വേദരക്ഷണം. അപ്പോൾ വേദങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയങ്ങളുണ്ട്, ഈ ലൗകികമായിട്ട് എല്ലാ വിഷയങ്ങളുണ്ട്. അവസാനമായിട്ടാണ് നമ്മുടെ ഇത് ആത്മവിഷയം വരുന്നത് ലാസ്റ്റാണ്. വേദപൂർവ്വ വേദാന്ത ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വേദരക്ഷണം എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോൾ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ പറയുന്നത് വേദരക്ഷണം ഇവിടെ കറക്റ്റായിട്ട് വേദപാരായണത്തിന് ആരംഭിക്കണം. എങ്ങനെ വേദപാരായണം കറക്റ്റായിരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഋഗ്വേദം ഒരു പ്രത്യേക ചൊല്ലും, എതിർവേദം വേറെ സ്റ്റൈലായിരിക്കും, സമവേദം വേറെ, ചൊല്ലിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് കറക്റ്റായിട്ട് ചൊല്ലണം. അതിൽ നമ്മുടെ തൈത്തിരീയ ഉപനിഷത്ത് തുടക്കത്തിൽ അതിന് ഹൗ ടു പ്രൊണൗൺസ് ദി സയൻസ് ഓഫ് പ്രൊണൗൺസിയേഷൻ പോലും ഉണ്ട്, എങ്ങനെ ഉച്ചരിക്കണം എന്നല്ലേ. ഇത് തൈത്തിരീയ ഉപനിഷത്തിൽ തുടക്കത്തിൽ അത് ശിക്ഷ എന്ന് പറയും. ശിക്ഷ എന്ന് പറഞ്ഞാൽ ദി സയൻസ് ഓഫ് പ്രൊണൗൺസിയേഷൻ, എങ്ങനെ ഉച്ചരിക്കണം എന്നല്ലേ. നല്ലൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. അത് തള്ളക്കടുവ വ്യാഘ്രി എന്ന് പറഞ്ഞാൽ ഇത് അമ്മ കടുവ നരി. ആ തള്ള എപ്രകാരം അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പല്ലുകൊണ്ടാണ് പൊക്കുക. അത് നല്ല ഫേമായിട്ട് പിടിക്കും, പക്ഷെ അതിനെ നോവിക്കില്ല. അതുപോലെ വാക്കുകൾ ഉച്ചരിക്കണം എന്ന് പറയും. വാക്കുകൾ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കണം, പക്ഷേ അതിന് വാക്കിനെ നോവിക്കാൻ പാടില്ല എന്ന് പറയും. അതൊരു ശീക്ഷാം വ്യാഖ്യാസ്യാമഃ വർണ്ണസ്വരഃ മാത്രാഫലം സമസന്ധാന, ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെയായിരിക്കണം ശിക്ഷ എന്ന് പറയുന്നത്. അത് സയൻസ് ഓഫ് ഫോണറ്റിക്സ് ഇങ്ങനെ ഇതാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പാരായണം കറക്റ്റായി ചൊല്ലുകയാണെങ്കിൽ അത് വളരെ വളരെ സയൻറ്റിഫിക്കായിട്ടെന്ന് പറയുന്നുണ്ട്. അമ്മ പറയാറുള്ളത് മക്കളെ എവിടെ ഭക്തിയുണ്ടോ പിന്നെ വരുന്നു നോക്കണമെന്ന് പറയാറുണ്ട്. ഭക്തി ഉണ്ടെങ്കിൽ അമ്മ പറയുന്ന മക്കളെ പിന്നെ അത് കൊച്ചുകുട്ടി അച്ഛനെ ഇച്ഛ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെ ഭക്തിയുണ്ടോ അവിടെ വരുന്നു നോക്കണ്ട. പക്ഷേ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഉച്ചരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഉച്ചരിക്കണം. ഉച്ചരിച്ചില്ലെങ്കിൽ അതിൻ്റെ സ്വരം തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറുമെന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ യു ആർ ഗോയിങ്, ഇത് 3 വാക്കാണ്. യു ആർ ഗോയിങ് എന്നതിൽ യു ആർ ഗോയിങ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ, അതൊരു ചോദ്യമായി. യു ആർ ഗോയിങ്, നീ പോകുന്നുണ്ടോ എന്ന് ചോദ്യമായി. അതേ സമയത്ത് യു ആർ ഗോയിങ് എന്ന് പറയുന്നത് നീ പോയേ തീരുള്ളൂ, നീ പോകണം, അത് ആജ്ഞയായി. 3 വാക്ക് അത് സ്വരം മാറുമ്പോഴതിന് അർത്ഥം മാറിക്കഴിഞ്ഞു. യു ആർ ഗോയിങ് ചോദിക്കുമ്പോൾ താങ്കൾ പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം വരും. നേരെ മറിച്ച് യു ആർ ഗോയിങ്, നീ പോകണം, അവിടെ ആജ്ഞയായി, അവിടെ മാറിക്കഴിഞ്ഞു. അപ്പോൾ സാധാരണ അവർ പറയുന്നത് പ്രകൃതി നമ്മൾ കറക്റ്റായിട്ട് ചൊല്ലുമ്പോൾ ഈ സ്വരങ്ങൾ പ്രകൃതിയിൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രകൃതിക്ക് കഴിയുമെന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ ഈശ്വരന് അറിയാം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയം ഈശ്വരൻ നന്നായിട്ട് അറിയാം. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ആശ്രമത്തിൽ ഒരു വ്യക്തി വന്ന് ചോദിക്കുകയാണ്. ഇത് മലയാളം അറിയാത്തൊരു വ്യക്തിയാണ്, മലയാളം പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ വ്യക്തി വന്ന് പറയാണ് വെല്ലം വേനം എന്ന് പറയാണ്. വെല്ലം വേനം അത് പറയുമ്പോൾ നമുക്ക് വെല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചക്രപ്പാസ് ഉണ്ടാക്കുന്ന കാപ്പി ഉണ്ടാക്കുന്ന വെല്ലമാണ്. പക്ഷേ നമുക്കറിയാം, നമുക്കത് കേൾക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. വെല്ലം വേനം എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നത് വെള്ളം വേണമെന്നാണ്. നമുക്ക് സാധാരണ മനുഷ്യന്മാർക്കും അവർക്ക് എന്ത് വേണം നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, ഉച്ചാരണം ശരിയല്ലെങ്കിലും. അപ്പോൾ സാധാരണ മനുഷ്യന്മാരെ നമ്മൾക്ക് പോലും അത് മനസ്സിലാക്കാൻ അത് വെല്ലം വേനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് വെള്ളം വേണം എന്നാണെന്ന് നമുക്ക് സാധാരണക്കാർ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനേക്കാളും എത്രയോ അറിവുള്ളവനാണ് ഭഗവാൻ ഈശ്വരൻ. ഈശ്വരൻ നമ്മൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെന്ന് നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ അറിയാൻ സാധിക്കും. ഒരു കാര്യം ഓർമ്മ വരികയാണ്, ഇത് വേദരക്ഷണം ധർമ്മരക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ
ഇത് മലബാറിൽ ജനിച്ച് വളർന്നത്, കണ്ണൂർ ഭാഗത്ത് ജനിച്ച് വളർന്നത്. അന്ന് കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഈ ഭിക്ഷക്കാർ വരുമ്പോൾ, ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് അമ്മേ ധർമ്മം തരണേ എന്നാണ് പറയുന്നത്. ഞങ്ങൾ കേൾക്കുന്നത് ധർമ്മത്തിന് വന്നിട്ടുണ്ട്, അമ്മേ ധർമ്മം തരണേ എന്നാണ്. അപ്പം ഞങ്ങൾ ധരിച്ചു ഈ ധർമ്മം എന്ന് ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ഭിക്ഷയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടുകളിൽ സാധാരണ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു പെട്ടി ഉണ്ടാവും, കൊച്ചു പെട്ടിയിലേക്ക് നാണയങ്ങൾ വെച്ച് കാണും. അന്ന് 5 പൈസ 10 പൈസ 25 പൈസയൊക്കെ ഉണ്ട്. ഇന്ന് നാണയങ്ങളില്ല. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ അമ്മമാരും അച്ഛനമ്മ പറഞ്ഞിട്ടുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ ഇത് നാണയങ്ങൾ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ച സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആഹാരം കൊടുക്കും, ഊണ് കൊടുക്കും. അപ്പം അന്ന് ധരിച്ചിരുന്നത് അമ്മയെ ധർമ്മം തരണേ, അമ്മയെ ധർമ്മത്തിന് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ധർമ്മത്തിന് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വല്ലതും കൊടുക്കണം. ആ അതിനാണ് ധർമ്മം എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ കൊച്ചുകുട്ടികൾ ഞങ്ങൾ ധരിച്ചു ധർമ്മം എന്ന് പറഞ്ഞാൽ ഭിക്ഷ എന്നാണ്. ആ അർത്ഥമല്ല. ധർമ്മമാണ് കൊടുക്കുന്നത്, അത് നമ്മൾ അറിഞ്ഞു കൊടുക്കുന്നത് ഭിക്ഷ, അതാണ് ധർമ്മം എന്ന് പറയാം. അപ്പോൾ ഇവിടെ വേദരക്ഷണം ഉണ്ടായിക്കാൽ മാത്രമേ ധർമ്മരക്ഷണം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ അറിവുള്ളവർ പഠിപ്പിക്കും. ബ്രാഹ്മണർ എന്ന് പറയുന്നത് അറിവുള്ള വേദജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണർ. അവർ പഠിപ്പിക്കും, ആചാര്യന്മാർ അവർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ക്ഷത്രിയന്മാർ അത് പ്രജകൾ അത് പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. അങ്ങനെയാണ് ഇത് വരുന്നത്. പക്ഷേ വാസ്തവത്തിൽ ധർമ്മത്തിൽ ക്ഷുതി വരുമ്പോൾ അത് ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ അവതാരത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തുടങ്ങുന്നത് വേദരക്ഷണത്തിൻ്റെ തുടക്കം അത് പാരായണമാണ്. അന്ന് നമുക്ക് എണ്ണമറ്റ ശാഖകളുണ്ടായിരുന്നു. സാമവേദത്തിൽ മാത്രം 2000 ശാഖകളുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇന്ന് കേവലം 2 ശാഖകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ സാമവേദം ചൊല്ലാൻ വരുന്ന ഒരു ചുരുക്കം പേരേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ യുവാക്കൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആദ്യം നന്നായി വേദങ്ങൾ ചൊല്ലാൻ പഠിക്കണം. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ഒന്നായി ചൊല്ലുമ്പോൾ തീർച്ചയായും അന്തരീക്ഷത്തിൽ ശുദ്ധിയും ശാന്തിയും ഉണ്ടാകും. വേദരക്ഷണത്തിന് തുടക്കം പാരായണമാണ്. കറക്റ്റായിട്ട് പാരായണം ചെയ്യുന്നതാണ് തുടക്കം. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് പിന്നെ നമ്മൾ ഒരു 8 വയസ്സിൽ ഉപനയനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പാരായണം പഠിപ്പിച്ചു. പിന്നെ ഏകദേശം ഒരു 12-16 വയസ്സാകുമ്പോഴേക്കും പിന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഓരോ വേദപദത്തിനും ഒരു പദാർത്ഥമുണ്ട്, കറക്റ്റായിട്ട് അർത്ഥമുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പാരമ്പര്യം നമ്മൾ കൊണ്ടുപോകണം. അതിൽ തൈത്തിരത്തിൽ 1-2 നല്ല മന്ത്രങ്ങളുണ്ട്. അതായത് ആമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, വിമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, ദമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, ക്ഷമായന്തു ബ്രഹ്മചാരിണ സ്വാഹ. ഇങ്ങനെയൊരു മന്ത്രമുണ്ട്. അതായത് ഇത് ബ്രഹ്മചാരികൾ ധാരാളം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സ്വാർത്ഥമായൊരു പ്രാർത്ഥന പോലെ തോന്നും. അതങ്ങനെയല്ല. ആചാര്യൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു അമൂല്യമായിട്ടുള്ള ഒരു ജ്ഞാനമുണ്ട്. വളരെ വെരി റെയർ നോളജ്. ഏറ്റവും പ്രശസ്തമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടൊരു ജ്ഞാനമാണ് ഈശ്വരജ്ഞാനം. ഈശ്വരൻ തൻ്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ, തൻ്റെ സ്വരൂപം ഈശ്വരനാണ്. ആ ജ്ഞാനം ഒരിക്കലും നശിക്കാൻ പാടില്ല.